വെള്ളാപ്പള്ളിക്ക് ചേച്ചിയുടെ വക കിഡിലനൊരു മറുപടി. ചേച്ചി മുത്താണ്, മാണിക്കലാണ്. ആ ഒരു ചേച്ചിയുടെ ഇതിവിടെ കേൾപ്പിക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയണം. അതൊരു വീഡിയോന്റെ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ചേച്ചിയുടെ വീഡിയോ ഇന്ന് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്കും തോന്നി, നമ്മൾ ഓരോരുത്തരും, അതായത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, മതേതരം ആഗ്രഹിക്കുന്ന, മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഓരോരുത്തരും, ഞാൻ അടക്കം വരുന്ന, ഇത് കാണുന്ന നിങ്ങളടക്കം വരുന്ന ആളുകൾ പറയാൻ ആഗ്രഹിച്ച കാര്യം ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ചേച്ചിയുടെ പേര് ഞാൻ ഒരുപാട് നോക്കി, പക്ഷെ എവിടെയും കാണാൻ സാധിച്ചില്ല. ചേച്ചിയുടെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചേച്ചി കൃത്യമായിട്ട് വളരെ ചുരുങ്ങിയ ആ ഒരു സമയത്തിൽ, ആ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവേണ്ട രീതിയിൽ, കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ട രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ആദരണീയായ സഖാവ് പിണറായി വിജയനോടാണ് പറയാനുള്ളത്. ഈ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള കൂട്ടുകെട്ടൊന്നും അത്ര നല്ലതല്ല. കാരണം അതുകൊണ്ട് ഇപ്പൊ തദ്ദേശത്തിൽ ജനങ്ങൾ നല്ല പണി തന്നില്ല. ഈ വർഗീയത പറയുന്നവരെയൊക്കെ കൂട്ടിപ്പിടിക്കുക, അതൊന്നും LDF-ന്, ഇടതുപക്ഷത്തിന് ചേർന്ന പരിപാടിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾക്ക് പൊങ്കാലടിക്കാം, അടിക്കാതിരിക്കാം. എന്തായാലും ആ ഒരു ചേച്ചിയുടെ പിന്നെ ഒന്നും കൂടെ പിണറായി വിജയനോട് പറയാനുള്ളത്, സഖാവിനോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇലക്ഷനാണ് വരാൻ പോണത്. ഇനിയും ആ ഒരു തെറ്റ്, തദ്ദേശത്തിൽ ആളുകൾ പണിയൊന്നല്ലോ, അതേ തെറ്റ് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, ഒക്കെ നിങ്ങളെ ഇഷ്ടം. എന്തായാലും ചേച്ചിയുടെ ആ ഒരു ഇത് ഞാനിവിടെ കേൾപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, വിലപ്പെട്ട അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. ഒരു മനുഷ്യൻ അയാളുടെ വേദന സഹിക്കാൻ കഴിയാതെ ഹൃദയം വിങ്ങിപ്പൊട്ടി കേരളം മുഴുവൻ ഓടി നടന്ന് കുറച്ച് വർഗീയത പ്രസംഗിച്ചു എന്നുള്ള നിസ്സാര കുറ്റത്തിന് എല്ലാവരും കൂടെ വട്ടം ചേർന്ന് ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി കേരളത്തിൽ ആരെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ അത് താൻ കൊടുത്ത പിന്തുണ കൊണ്ടാണെന്നും, ആരെങ്കിലുമൊക്കെ പരാജയപ്പെട്ടാൽ അത് താൻ കൊടുത്ത പണിയാണെന്നും യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി തന്റെ കയ്യിലെ എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട് ഇലിഭ്യനായി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നഗര പിന്നോക്ക സമുദായക്കാരനാണ് എന്നുള്ളതല്ല പ്രശ്നം. പച്ചവെള്ളത്തിന് പോലും തീ പിടിപ്പിക്കാൻ കഴിയുന്ന വർഗീയത പ്രസംഗിക്കുന്ന വെള്ളാപ്പള്ളി നാവാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഒരുപക്ഷെ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള SNDP യോഗത്തിൽ നിന്നും ഗുരു രാജിവെച്ച് പുറത്തേക്ക് പോകുമായിരുന്നു. അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി SNDP യോഗത്തിൽ നിന്നും ഗുരുദേവൻ ചവിട്ടി പുറത്താക്കുമായിരുന്നു.